ഫസ്റ്റ് വീക്ക് തൊട്ടേ എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു ഓണത്തിന്റെ ഐറ്റംസ് എത്തിയോന്ന്. അപ്പോൾ ഓണം കളക്ഷൻസിന് വേണ്ടി നമ്മുടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 1 നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ ഓണം ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിലാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ സാരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്കകത്തൂടെ അതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. നമ്മളിന്ന് ലൈൻസിൽ വന്നിരിക്കുന്ന കുറച്ച് സാരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് കൊടുത്തിരിക്കുന്ന ടൈപ്പിലെ സാരീസ് ആണ്. പ്യുവർ ടിഷ്യൂലാണ്. നല്ല ടിഷ്യൂൽ ഇതേപോലെ തന്നെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വീവിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് കാണിച്ചു തരാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റും. ഒരു പ്രീമിയം ലുക്ക് തരുന്ന ടൈപ്പിൽ ഈ ഒരു ലൈൻസ് ഉണ്ട്. ഈ ഒരു ടിഷ്യൂല്, പ്യുവർ ടിഷ്യൂല് ഈ ഒരു ലൈൻസ് കൊടുത്തപ്പോഴത്തേക്ക് നല്ല ഒരു എനിക്ക് ഈ ഒരു ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല തനി കേരള ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ലുക്കിലോട്ടാണ് പോകുന്നത്. വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. ഇതാണ് ഈ ഒരു ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് വെച്ച് പെയർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതേപോലെ വിത്ത് ബ്ലൗസ് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കൊരു പീസ് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വെച്ചൊന്ന് എല്ലാം ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ഒരു ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളിത് പെയർ ചെയ്യേണ്ടിരുന്ന ആ ഒരു ടൈപ്പിലൊന്ന് പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, എനിക്ക് ഈ ഒരു സാരി അങ്ങോട്ട് മാറ്റാനേ തോന്നുന്നില്ല. കാരണം ഞാനിപ്പോൾ റെജിയോടൊന്ന് രണ്ടാമത് പറഞ്ഞാണ് എനിക്കിതൊന്ന് ശരിക്കും ഒന്ന് സെറ്റ് ചെയ്ത് തരാനായിട്ട്. ഇതൊന്ന് നിങ്ങൾ പെയർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. വിത്ത് ബ്ലൗസ്, അതായത് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല, നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിനേക്കാളും ഞാൻ ഗ്യാരണ്ടിയാണ് 100% നിങ്ങളുടെ ഈ ഒരു ലുക്ക് വേറെ ലെവലിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കൂളിലൊക്കെ ഫംഗ്ഷൻസിനോ അതേപോലെ തന്നെ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.